ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോസൊക്കെ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. കോൺ വെച്ചിട്ടുള്ളൊരു ചാട്ടാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ ബീച്ച് സൈഡിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങാനൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. നമ്മളിതിനു മുമ്പൊരു വെള്ളക്കടലയിട്ട് ചാട്ടിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല കമൻസൊക്കെ ഇട്ടിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ട് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ കോൺ ചാട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. ചാട്ടുണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് മാർക്കറ്റിലെല്ലാം വാങ്ങാൻ കിട്ടുന്ന ഇതുപോലുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള കോണാണ്. ഇതിൻ്റെ പുറത്തൊരു വൈറ്റ് കളറിലെ തൊലി ഉണ്ടാവും, അതെല്ലാം പൊളിച്ച് കളഞ്ഞെടുത്തതാണിത്. നാട്ടിൽ കിട്ടുന്ന കോണിന് അത്യാവശ്യം നല്ല വേവ് ഉണ്ടാകും. അപ്പോൾ അത് കുക്ക് ചെയ്യാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഞാനിതൊരു പ്രഷർ കുക്കറിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ഫ്രോസൺ കോൺ വാങ്ങാൻ കിട്ടും. അത് വെച്ച് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അതേ വേവില്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോണൊക്കെ ആണെങ്കിൽ നമ്മൾ കുക്കറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം തിളച്ച വെള്ളത്തിലിട്ടിട്ട് എടുത്താൽ മതിയാകും. ഞാൻ കോൺ ഇവിടെ 2 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് പ്രഷർ കുക്കറിൽ കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി നമുക്ക് പ്രഷർ കുക്കർ മൂടി കുക്കർ സ്റ്റൗവിൽ വെച്ച് 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. 2 വിസിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റീം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തതാണ്. ഇപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ കൊണ്ട് അടർത്തിയെടുക്കാം. കൈയോ കത്തിയോ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അടർത്തിയെടുത്താൽ മതി. ഇപ്പോൾ കോണെല്ലാം ഈ കാണുന്ന പോലെ ഓരോന്നായിട്ട് അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചാട്ടുണ്ടാക്കാൻ തുടങ്ങാം. ചാട്ടുണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഇങ്ങനെ ചേർക്കുമ്പോഴത്തേക്കും ചാട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ആദ്യമേ നമ്മൾ പാനിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാനിവിടെ ഓയിൽ ചേർത്തതിന് ശേഷം ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഓയിലും ബട്ടറും നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ജീരകം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കോൺ ചേർത്ത് കൊടുക്കാം. കോൺ ചേർത്ത് 2 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്കൊരു മീഡിയം സവാള ചോപ്പ് ചെയ്തതും 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ പച്ചമുളക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. സവാളയുടെ പച്ചമണമെല്ലാം മാറി ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്കൊരു മീഡിയം ടൊമാറ്റോ ചോപ്പ് ചെയ്തതും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളി കൂടുതൽ വെന്തുടഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല. 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുത്താൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. കാശ്മീരി ചില്ലിപ്പൊടി ചേർക്കുമ്പോഴത്തേക്കും ചാട്ടിന് നല്ലൊരു കളർ കിട്ടും. പൊടികൾ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കോൺ വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളി ഒന്നും വെന്തുടഞ്ഞൊന്നും പോവേണ്ട, ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. റെഡിയായ കോൺ നമുക്കൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ചാട്ട് മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചാട്ട് മസാല ഓപ്ഷനിലാണ്. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ചാട്ട് മസാല കാണില്ല. കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചാട്ട് മസാല ചേർക്കുമ്പോഴാണ് ഇതിന് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത്. ചാട്ട് മസാല ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് വാങ്ങാൻ കിട്ടും. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചാട്ടിൻ്റെ എരിവും പുളിയെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയും ഉപ്പും എല്ലാം നിങ്ങളുടെ ടേസ്റ്റിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അവസാനം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സവാളയും
കുറച്ച് ചോപ്പ് ചെയ്ത ടൊമാറ്റോ കൂടി ചേർത്ത് ഗാർണിഷ് ചെയ്യാം. ഇത് ചേർത്തതിന് ശേഷം ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ വളരെ ടേസ്റ്റിയായ നമ്മുടെ കോൺ ചാട്ട് റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. വളരെ ഹെൽത്തിയുമാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു കടലയുടെ ചാട്ടിൻ്റെ റെസിപ്പി ഇതുപോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെല്ലാം അതും കൂടി കണ്ട് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.